നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് കുമ്പളങ്ങ ചിക്കൻ കറിയും ബീട്രൂട്ട് ചപ്പാത്തിയാണ്. ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിനായിട്ട് കല്ലുപ്പ്, വിനാഗിരി, മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 1 മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിലുള്ള ഒരു മണവും പിന്നെ ചിക്കൻ്റെ ചോരയും നന്നായിട്ട് പോയി കിട്ടുന്നതാണ്. കുമ്പളങ്ങ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കുമ്പളങ്ങ, കറിവേപ്പില, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള. കുമ്പളങ്ങ നമ്മൾ 1:1 എന്ന റേഷ്യോയിൽ എടുക്കുക. ചിക്കൻ 1.5 കിലോ ഉണ്ടെങ്കിൽ 1.5 കിലോ കുമ്പളങ്ങ എടുക്കുക. ബീട്രൂട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു ബീട്രൂട്ട് എടുത്ത് പീല് ചെയ്ത് നല്ല ചെറിയ കഷ്ണങ്ങളിലാക്കി അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം. അതിനുശേഷം ചപ്പാത്തിക്കുള്ള ആട്ടയെടുത്ത് അതിനകത്തേക്ക് ഉപ്പും ഈ ബീട്രൂട്ടിൻ്റെ പേസ്റ്റും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. അതിനുശേഷം മാത്രമേ ചപ്പാത്തി അടിക്കാവുള്ളൂ. അപ്പോൾ ചപ്പാത്തിയുടെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി എടുക്കുന്നതുകൊണ്ട് അടിച്ച് കല്ലേൽ ചുട്ടിങ്ങി എടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തിയുടെ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് കിടക്കാം. അടി കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ച് വന്നതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കൊച്ചുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് കല്ലുപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. പൊടികളൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മാത്രം മൂപ്പിച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇത്രയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിനകത്തേക്ക് വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മാത്രം വേവിക്കുക. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ വെന്തോളും.
ഇനി നമുക്ക് ചിക്കനിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കനും കുമ്പളങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇറച്ചിയും കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ പൊടിയൊക്കെ ഇട്ട് ഇറച്ചി ഒരു 5 to 10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ തിള കാണുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. പിന്നെ ഇറച്ചിയുടെ രുചി ഒന്നുകൂടെ കൂട്ടാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചപ്പാത്തിയുടെ കൂടെ ഒരു പിടിയും കൂടെ പിടിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.